ഹലോ, നമ്മൾ കുറേ നാളായില്ലേ ഗൈസ് ജേർണലിങ് ചെയ്തിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ ഇന്നൊരു ജേർണൽ അങ്ങ് ചെയ്തേക്കാമെന്ന്. ഇന്നെന്തായാലും ഓഗസ്റ്റ് കഴിഞ്ഞു. ഞാൻ വിചാരിച്ചതാണ് ഇങ്ങനെ എല്ലാ മന്തിലും ഇങ്ങനെ ആ മന്തിനെക്കുറിച്ചും ഒക്കെയുള്ള ജേർണൽ ഇങ്ങനെ ചെയ്ത് പോകണമെന്ന്. ബട്ട് എനിക്ക് സമയമില്ലായിരുന്നു, സോ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ സെപ്റ്റംബറിൽ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സെപ്റ്റംബർ 3 എങ്ങാണ്ടാണ് ഇന്ന്. അപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു, ഒട്ടും കുറയ്ക്കേണ്ട എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ സെപ്റ്റംബറിൽ എഴുതാൻ കുറച്ച് പാടായിരുന്നു. നല്ല ഡിസൈനിലും നല്ലൊരു ഇപ്പം എന്താ പറയുക, നല്ലൊരു ഇതിലൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ സോ ഞാൻ നല്ല വൃത്തിക്കൊക്കെ ഇങ്ങനെ ചെയ്ത് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ കുറേ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് കൊടുക്കാമെന്ന്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു തീമിലാണ് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചത്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെപ്റ്റംബർ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഭയങ്കര ലീഫൊക്കെ ഫോൾ ചെയ്യുന്ന ഒരു സമയമൊക്കെ ആണെന്നൊക്കെ തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കുറേ അടിപൊളി സ്റ്റിക്കേഴ്സൊക്കെയാണ് ഒട്ടിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെപ്റ്റംബറിൻ്റെ ഒരു കലണ്ടർ എഴുതി കൊടുക്കുമായിരുന്നു. സെപ്റ്റംബർ നല്ല ക്യൂട്ടായിട്ടുള്ള ഹാൻഡ് റൈറ്റിങ്ങിലൊക്കെ എഴുതാൻ നോക്കി. നിങ്ങൾ കണ്ടിട്ട് പറ ഗൈസ്, ഞാൻ എഴുതിയതും എങ്ങനെ ഉണ്ടായിരുന്നുണ്ട് ഡിസൈൻസ് എന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എഴുതി പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എന്തായാലും മടുപ്പുണ്ടായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം എഴുതി കഴിഞ്ഞിട്ടാണ് കാണിച്ചത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ കലണ്ടറിന് കുറച്ച് ബോർഡറൊക്കെ കൊടുത്തു. ഞാനൊരു ലൈറ്റ് ബ്രൗണിഷ് ഷെയ്ഡൊക്കെ ആക്കാനാണ് നോക്കുന്നത്. പിന്നെ ഞാൻ നമ്മൾ ഈ മന്തിൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ എഴുതണം. ചില ആൾക്കാർക്ക് ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിട്ട് എഴുതി വയ്ക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ആ ജേർണലിങ്ങിൽ ചെയ്യുമായിരുന്നു. കണ്ടോ ഗൈസ്, അടിപൊളിയല്ലേ? നിങ്ങൾ പറ കണ്ടിട്ട്. ടു ഡു ലിസ്റ്റ് മാത്രമല്ല, നമ്മൾ ആ മന്തിൽ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും എഴുതി വയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള പോലെ, അതായത് ടു ഡു ലിസ്റ്റൊക്കെ പോലെ ഒരു സംഭവം ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഞാൻ അതുപോലെ തന്നെ ബ്രൗൺ സ്കെച്ച് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ. നമ്മൾ കുറേ നാളായി ജേർണലിംഗ് ഒക്കെ ചെയ്തിട്ട്, അതുകൊണ്ട് അതിൻ്റെ ഒരു ഇതങ്ങ് വിട്ടു പോയായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകാമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ എല്ലാ മന്തിലും ചെയ്യും, നിങ്ങളെല്ലാവരും കാണും കേട്ടോ എന്ന് തോന്നുന്നു. ചിലപ്പോൾ എനിക്ക് മടി കാരണം ഞാൻ ചെയ്യാൻ സാധ്യത കുറവാണ്. അപ്പോൾ നമ്മുടെ ജേർണലിംഗ് ഒക്കെ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ.